നോക്കൂ, ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയ സ്ഥലം ഇതേ ഈ കാണുന്നതാണ്. ഹായ് അമ്മച്ചി, ടാറ്റാ. ഗൈസ്, ഇന്നലെ നമ്മൾ കിടന്ന റൂം ഇതാണ്. ഇവിടെയാണ് നമ്മൾ കിടന്നത്. 4 പുതപ്പിട്ട് അങ്ങോട്ട് അട്ടിയെട്ടായിട്ട് ഇവിടെ കിടന്നു. പക്ഷേ ഇന്നലെ ഇവിടെ രാത്രി 10 മണി കഴിഞ്ഞ് 11 മണിയായപ്പോഴാണ് കറണ്ട് വന്നത്. ഇതൊരു എന്താ പറയുക, ട്രൈബൽ വില്ലേജാണ്. അപ്പോൾ ഇവിടെ ഈ ഗ്രാമത്തിന് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ, അടുത്ത ഗ്രാമത്തിന് അടുത്ത ഇത്ര സമയം മുതൽ ഇത്ര വരെ, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഓണർ അമ്മച്ചി രാവിലെ നമുക്ക് ആപ്പിള് തന്നു, അതുപോലെ വാൽനട്ട് തന്നു, അതെ, അതേപോലെ തന്നെ ഭയങ്കര സ്നേഹം തന്നു. അതെ, നല്ലൊരു അമ്മച്ചി അല്ലേ. 1000 രൂപയ്ക്ക് റൂം തന്നു. പിന്നെ അത് കൂടാതെ നമുക്ക് ചൂടുവെള്ളം തന്നു. ഇങ്ങനത്തെ ഒരു അമ്മച്ചീനെ നമുക്ക് ഹീറ്റർ തന്നത് വർക്കായില്ല. എന്ത് ചെയ്യാനാ, 10 മണിയായില്ലേ നമുക്ക് കറണ്ട് വന്നു കഴിഞ്ഞപ്പോൾ. ഗൈസ്, നല്ല രസമാട്ടോ. നോക്കിയേ, നമ്മൾ താമസിച്ച സ്ഥലമായി കാണും. നോക്കിയേ എന്ത് ഫീലിംഗ് എന്നറിയാം. ഇത് ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ, ഫുള്ള് മഞ്ഞുമലയാണ് എല്ലാ സ്ഥലത്തോട്ടും നോക്കി കഴിഞ്ഞാൽ. ഇപ്പോൾ സൂര്യൻ അങ്ങോട്ട് പൊങ്ങിയതേ ഉള്ളൂ. അതിൻ്റെതായ ചെറിയ കണ്ടോ, ഇവിടെ ഇപ്പം അങ്ങ് പൊങ്ങിയതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെതായ ചെറിയൊരു ഇത് അല്ലടാ. വേറെ കാര്യം ശ്രദ്ധിച്ചോ, ജിയോയുടെ ടവർ ഇരിക്കുന്ന നോക്കിയാൽ 4 വീടിന് വേണ്ടി ടവർ അല്ലേ. ഗൈസ്, അങ്ങ് ദൂരെ കണ്ടോ വില്ലേജുകളുണ്ട്. ഇത് കണ്ടോ, അങ്ങ് ദൂരെ വില്ലേജുകളുണ്ടോ, കണ്ടമാനം ഉണ്ട് കേട്ടോ വീടുകൾ. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഈ ഗ്രാമങ്ങളിൽ ടവർ എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് കുറേ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്രാമങ്ങളിലും മറ്റേ ടവർ കൊടുത്തിട്ട് കുറേ സബ്സിഡി കാര്യങ്ങൾ കമ്പനികൾക്ക് കിട്ടും. ആണോ? 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ബർഫായിരിക്കും. ഇന്ന് നമുക്ക് പോവാം, നാളെ ക്ലോസ് ആയിരിക്കും. ഈ ലെവലിൽ മഞ്ഞ് പൊങ്ങും. 2-3 में बर्फ आएगा ना? हाँ, 2-3 दिन में बर्फ लगते रहते, इतने जैसे हो जाते. अच्छा, ബർഫ് സമയത്ത് എന്നാ ചെയ്യുന്നത് ചേട്ടാ? പൂട്ടോ ഈ ഇതിലും തണുപ്പായിരിക്കൂലേ ബർഫ് സമയത്ത്? എന്ത് ഇതെല്ലാം ഫ്രീസ് ആയി പോയില്ലേ വെള്ളമൊക്കെ? बर्फ का टाइम पे रास्ता पूरा बंद नहीं, चलते रहते, ए पानी क्या करेगा? पानी भी आते रहता कभी. ए बंद आएगा ना, जब नल के कट आएगा होता ना, फिर आ जाते, फिर चश्मे के पानी पिए भी आ जाते, फूल करके आ जाते. നല്ലൊരു അമ്മച്ചി കേട്ടോ. ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് പോവുകയാണ്. അമ്മച്ചി ടാറ്റ, ബൈ ബൈ. അമ്മച്ചി ആപ്പിള അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തന്നു. രാവിലെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവാണ്. ഇവിടെ ഒരു ചെറിയ മന്ദിരമുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ പോവുകയാണ്. എന്നാലും നമുക്ക് 154 കിലോമീറ്റർ ഓടാൻ വേണ്ടി 5-3/4 മണിക്കൂർ വേണം കേട്ടോ. നമ്മൾ പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾ കണ്ടോ? ദേ നമ്മുടെ ചെറുക്കൻ ഇവിടെ ഉണ്ട്. നേരെ അത് സ്റ്റാർട്ടാക്കുന്നു, ഹീറ്ററൊക്കെ ഓണാക്കുന്നു. അതിന് ശേഷം ബാക്കി പരിപാടിയും സംഭവങ്ങളും കേട്ടോ. അമ്മച്ചി തന്ന ആപ്പിള്, പിന്നെ രാവിലെ തന്നെ വണ്ടി കമാൻഡർ ജീപ്പൊക്കെ സ്റ്റാർട്ടായ പോലെ കേട്ടോ. വേറെ സൗണ്ടൊക്കെയാണ് വന്നു. അത് ഞാൻ ബാഗ് വെച്ചിട്ടുണ്ട്. ബാഗ് തരാം. ബാഗിൻ്റെ അത് ഇഷ്ടം പോലെ കുറച്ചുണ്ടല്ലോ. ടിഷ്യൂ പേപ്പർ ഇല്ല. എനിക്കും കില്ലറിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, കടകൾ, ചെറിയ വീടുകളാട്ടോ. നമുക്ക് 5-6 മണിക്കൂർ വേണം കേട്ടോ. എസ്റ്റിമേറ്റ് നമ്മളൊരു 3 മണിയാകുമ്പോഴേ മണാലി എത്തത്തുള്ളൂ. 3 എത്തൂല, വൈകുന്നേരം 5 മണിയാവും. 5 മണി 6 മണിയാകുമ്പോൾ വീഡിയോ ഒന്നും കയറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോടാ. അതിപ്പോൾ എന്താ ചെയ്യാം, നമുക്കൊരു സ്ഥലത്ത് റേഞ്ചുള്ളത് കയറ്റിയിട്ടിട്ട് പോവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഗൈസ്, ഇവിടെയൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ എല്ലാം കൗട്ടവാണങ്ങളാട്ടോ. ഇന്നലെ നമ്മളോട് എത്ര പേരാ വള്ളി പിടിച്ചാൽ നമ്മൾ പിന്നെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അവർ ഇവിടുത്തെ വശത്ത് തെറി വിളിച്ച്, ഞങ്ങൾ മലയാളത്തിൽ തെറി വിളിച്ചു. വിഷയമില്ലല്ലോ ഗൈസ്, ഇത് നോക്കിയേ, എന്ത് നേരിയ സ്ഥലത്തൂടെ നമ്മുടെ വണ്ടി പോകുന്നതെന്ന് നോക്കിയേ. ആഹാ, ഇത് കൊള്ളാലോടാ ലിവിനെ. പഴയ വീട് കണ്ടോ തുമ്പി? ഇത് നോക്കിയേ, പഴയ വീട്. അതിന്റെ മേലെ സ്ട്രെച്ചർ ഉണ്ടെന്ന് നോക്കിയേ, കല്ല്, വാർപ്പിന് വരെ കല്ല്. പഴയ വീടാന്ന് ആലോചിക്കണേ. यहाँ से आप वापस आओ ना, आप नीचे से जहाँ से ऊपर प्लेन चढ़े हो, जहाँ पे पक्का स्टार्ट होता है, जो वहाँ से इधर के ले जाएगा रोड ना, वो सीधा मनाली निकलेगा. ये रास्ता में बंद है? ये रास्ता बंद किया हुआ नीचे ना. अच्छा, यहाँ से आप बस स्टैंड पहुँचोगे ना, बस स्टैंड से नीचे उतरना, जो नीचे शहीद दीनानाथ गेट होगा ना, यू टर्न भी है वहाँ पे ना. यू टर्न नहीं माना, आपने सीधे निकलना है. മുന്നോട്ട് പോക്കോളാം, അതിലെ പോക്കോളാം. किधर से जाएगा? ദേ ഇവിടുത്തെ HP, അതായത് ഹിമാചൽ പ്രദേശിന്റെ പബ്ലിക് ട്രാൻസ്പോർട്ട് വണ്ടി. ഇതിനകത്തൂടെ നമ്മളങ്ങനെ പോവാ. ആ കല്ലുള്ള ഇങ്ങോട്ട് വെക്ക, കല്ലിന്റെ ഫ്രണ്ട് വെക്ക്. അല്ല പോവില്ല, അവനോട് പോക്കോളാൻ പറ. അണ്ണന്റെ കല്ല് 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 കല്ല, ഒരു മിനിറ്റ്. ആ കല്ല് പോ. നിങ്ങൾ ഇറങ്ങൊന്നും വേണ്ട, പോക്കോട്ടെ. പൊക്കോട്ടെന്നേ, പൊക്കോ. കല്ല് 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 നോക്കിയ തുമ്പി കല്ല് നോക്കോ. കല്ല് വലിയ കല്ലാന്ന്, നീ തെറ്റിച്ചെടുക്ക വണ്ടി. വലിയ കല്ല, ഒന്നും ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. അതാ അതിന് ബേക്കൊക്കെ തുറന്നു കൊടുക്കുന്ന വണ്ടിയുടെ. അടിപൊളി. എന്താ സംഭവം, ജനറേറ്ററൊക്കെ വെച്ചിട്ട് വരുന്ന വണ്ടിയോ? വാ, അതിന്റെ ഗ്ലാസ് ഒന്നും കൂടെ ക്ലീൻ ആക്കണേ. നമ്മളങ്ങനെ ഇന്നത്തെ ആദ്യത്തെ പാലത്തിൽ കയറും കേട്ടോ. ഈ പാലം കയറി ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് മണാലിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിപ്പം പുതിയതായിട്ട് പണിത് എന്തോ ഉരുൾപൊട്ടുണ്ട്, എന്തോ ഉരുളോ അങ്ങനെ എന്തോ പൊട്ടിയതാടാ. അല്ലല്ലേ, ഇങ്ങനെ വരാൻ വകുപ്പില്ല. ഇത് പണിയത്തുമില്ല അല്ലേ? നമ്മള് പോന്ന് ഇന്നലെ വന്ന റോഡ് ഒന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് കിളി പാറും.
എൻ്റെ വിശ്വാസം ശരിയാണ്, ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പോകുന്നത്. നമ്മൾ നിർത്തുമൊന്നും വേണ്ട, നമ്മളങ്ങ് വിട്ട്. ഗൈസ്, നമ്മളിനിയും ഇതുപോലുള്ള വഴിയിൽ കൂടെ വേണം പോകാൻ വേണ്ടി. കണ്ടോ കർവ് കണ്ടോ? ഈ കില്ലർ ടു ഉദൻപൂർ എന്ന് പറഞ്ഞ സ്ഥലം പോലെ ഏറ്റവും ഡേഞ്ചർ റോഡുള്ള. പോലീസുകാരൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു. 50 കിലോമീറ്റർ ഡാർക്ക് റോഡ്. അതായത് വിദേശികളൊക്കെ വേൾഡ് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കുന്ന ഒരു സ്ഥലമാണിത്. അതെ അല്ലേ? അതിൽ കൂടെ ഞങ്ങളും വണ്ടി ഓടിക്കുവാണ് അല്ലേ? ഇവിടെ ഫോറിനേഴ്സ് മാത്രമേ കൂടുതൽ ആക്സസ് ചെയ്യാറുള്ളൂ. അതായത് ഫോറിനേഴ്സിനും നമ്മളെ പോലുള്ള ആൾക്കാർക്കുമാണ് ഏറ്റവും കൂടുതൽ ഈ കരവട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും തലയ്ക്ക് ബോധക്കുറവുണ്ട്. നമ്മൾ ചോദിച്ച് പണി മേടിക്കാന്നുള്ള ആൾക്കാരാണ് നമ്മൾ. തുമ്പിയാണ് ഇങ്ങനെ വരുമോ? എന്റെ പൊന്നെ. പക്ഷെ ഇവിടെയൊക്കെ വീതി ഉണ്ടാ, ഇവിടെയൊക്കെ അത്യാവശ്യം വീതിയുണ്ട്. പക്ഷേ ഭയങ്കരം വലിയ പൊക്കം കേട്ടോ ഈ പാറകൾക്ക്. പിന്നെ നമ്മൾ ചെറിയ കാറ് കൊണ്ട് വന്നിട്ട് ഇവിടെ ഒന്നും ആവൂല. അതെ, ശരിക്കും ബസ് കൊണ്ട് ആവൂല. ഇതിൽ ഓൾട്ടോക്കാർക്ക് ഓടും. പിന്നെ ഇവർ ലോക്കൽ ഓൾട്ടോക്കാർക്ക് ഇതിൽ ഓടുന്നല്ലേ. ബസ്സും കൊണ്ട് ഓടിക്കഴിഞ്ഞ് അല്ലേ നമ്പർ 1 അല്ലേ? നമ്പർ 1 റോഡാണ്. വേറൊരു കേസ് നിങ്ങൾ പറയാട്ടോ. അതായത് ഇങ്ങനെയുള്ള റോട്ടിൽ കൂടെ വരാൻ നേരത്ത് നമ്മളൊന്നും പ്രതീക്ഷിക്കില്ലേ, ഇന്നെത്താം നാളെ എത്താം, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കില്ല. കാരണം തുമ്പിയോട് പറയുകയാണ് ഇന്നെത്താം നാളെ മണാലി എത്താം, അങ്ങനെ പറ. അതായത് എന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഏത് നിമിഷം പണി അതുപോലെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തായാലും ഡൽഹി ചെന്നിട്ട് ബുഷൊക്കെ ഒന്ന് മാറ്റണം അല്ലേ തുമ്പി? ബുഷൊക്കെ ഒന്ന് നോക്കിക്കണം. പിന്നെ ബെൽറ്റിലൊക്കെ പൊടി കയറിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിക്കണം. എന്തായാലും വണ്ടി സെറ്റാ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇരുത്തിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ. താഴ്ന്ന് ഇന്നലെ രാത്രിയിലും കണ്ട് കയറി വന്ന വണ്ടി അത്. സർക്കാർ വണ്ടി കേട്ടോ, സർക്കാർ വണ്ടി അത്. അതെ അതെ. ഇത് എത്ര എണ്ണോ സർവീസ്? 1-2 ഒന്നും അല്ല, ഒരു അരമണിക്കൂർ ഇടയ്ക്ക് സർവീസ് ഉണ്ട് കേട്ടോ. പൂസായ അപ്പാപ്പന്മാരെ പോലെ ഉണ്ട്. എന്റെ പൊന്നെ പുണ്ടച്ചി മോനെ, എന്റെ സൈഡും കൂടി ഇപ്പൊ പോയാനെ. നേരെ ഭാഗ്യം. ഇതെന്താ ഇത്? ഒരു പ്രത്യേക പ്രതിഭാസം. പിന്നെ അത് വേറെ കാര്യമുണ്ടേ, ടാറ്റയുടെ വണ്ടി മാത്രം ഇതിനെ കയറി പോവുള്ളൂ. ഒരു ലൈലാൻഡ് ഓടൂല, ഒരു എയ്ച്ചർ ഓടൂല, ഒന്നും ഓടൂല. നമ്മള് ഇവിടെ ഒതുക്കി അങ്ങ് കൊടുത്തു കേട്ടോ. ആളൊന്നുമില്ല കേട്ടോ. ഇനി ഫ്രണ്ടിലോട്ട് 5 ചില വണ്ടിയില് നല്ലത് 4, 3, 7 പേരൊക്കെ ഉള്ളൂ. അതൊന്നും നമ്മക്കതൊന്നും ഇല്ലല്ലോ. നമ്മക്ക് എന്ത് റൂള് എടാ. നമ്മൾ ഇനി ചെന്ന് കയറാൻ വേണ്ടി പോകുന്നേ അത്യാവശ്യം നല്ല. അതായത് നമുക്ക് പോകണ്ട. ഇന്നലെ നമ്മൾ രാത്രി ഒരു സ്ഥലത്ത് കയറിയാണ്, അതിന്റെ പീക്കായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് കൂടി നമുക്ക് അടുത്ത് കയറണം. അല്ല ഇത് ഈ കില്ലർ ടു ഈ മണാലി റോഡ് എന്ന് പറഞ്ഞാല് ലോകത്തിലെ നമ്പർ 1 ഡേഞ്ചറസ് റോഡ് എന്നാ പറയുന്നത്. അതായത് BBC വരെ ഇതിനെ കുറിച്ച് ന്യൂസ് ചെയ്തിട്ടുള്ള റോഡാണ്. ഇത് നമുക്ക് മുന്നോട്ട് നോക്കിക്കാൻ മോനെ. പനി പിടിച്ചല്ലേടാ മോനെ, ചെറുതായിട്ട് കിട്ടിയേ. ഇത് നോക്കിയാ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഒന്നും ഇല്ലാതെയായി കേട്ടോ റോഡുകള് അല്ലേ? ഇങ്ങോട്ട് വന്ന നേരത്തെ റോഡിന്റെ സൈഡ് ഇല്ല അല്ലേ ഇവനെ? താഴോട്ട് നോക്കിയേ, താഴോട്ട് ഈ സൈഡിലേക്ക് നോക്കിയേ, എന്നാ ഡെപ്താന്ന് നോക്കിയേ. ഒരു കൈ വരി പോലും ഇല്ലാത്ത റോഡിൽ കൂടെയാണ് ഈ ഇതില്ലേ, ഇത് വളരെ കട്ടി കുറഞ്ഞ ഒരു സൈസ് കല്ലായി കല്ല്. ഇതിലെ റോഡ് അല്ലാതെ ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഇവർ വേറെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നദീനെ വെള്ളം അപ്പുറം കെട്ടി നിർത്തിയിട്ട് ബോട്ട് സർവീസ് പോലെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെ പറ്റൂല ഇവനെ, അതെല്ലാ പ്രാവശ്യം ഇല്ലല്ലോ. താഴെ അതിലും വലിയ ഉരുളം കല്ല കിടക്കുന്നത്, ബോട്ട് സർവീസ് പ്രൊപ്പലർ അടിച്ചു അല്ലേ? റോഡ് നോക്കിയേ. ഈ റോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം ഒന്നുമില്ല. അങ്ങനത്തെ റോഡിൻ്റെ അകത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. നമുക്ക് കാർ ആയതുകൊണ്ട് യാതൊരു വിഷയമില്ല. അതായത് നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതായത് മറ്റൊരു വണ്ടി വന്നാൽ മാത്രം നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഇത് നോക്കി ഇങ്ങോട്ടും എല്ലാം നേരത്തെ ആ കാണുന്ന കർവ് പോലത്തെ സ്ഥലമില്ലേ, റാ പോലത്തെ, അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഇടിഞ്ഞു പോയതാണേ. ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ നമ്മൾ വണ്ടി ഓടിക്കാൻ നേരത്തെ ഏറ്റവും ശ്രദ്ധിക്കും, സൂക്ഷിച്ച് ഓടിക്കണം കേട്ടോ. കാർ ആയതുകൊണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ. ഇപ്പം കണ്ടോ അതിലെ ഒടിച്ച് കയറ്റി നോക്കി. ഇങ്ങനെയുള്ള വളവ് വരാൻ നേരത്താണ് നമ്മൾ പെടുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ വന്ന പോലത്തെ ടാറ്റയുടെ ബസ്സോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇനിയിപ്പോൾ അത് വന്നു പോയാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാം തുള്ളിയാണ് വരുന്നത്. ഞാൻ മാക്സിമം വണ്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്, മാക്സിമം. ഗൈസ്, അടുത്ത ബസ് വരുന്നുണ്ടേ. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഓക്കെ കാണി പോവാൻ. ലിബിനെ, ഞാൻ വണ്ടി മാക്സിമം ഒതുക്കി വെച്ചിട്ട് പോവോടാ? പോവും, അത് സിമ്പിളായിട്ട് പോവും. ഞാൻ കയറി വന്നിട്ടുണ്ട് നമുക്ക് പോവാൻ കേട്ടോ. പരമാവധി നമ്മൾ ഒതുക്കി. പെതിയാടാ വരുന്നത്. ഇപ്പം എത്രാമത്തെ ബസ്സാണ് പോകുന്നത്? 5ാമത്തെ 5ഒന്നുമല്ല ബസ്സാണ്. ബസ്സൊന്നും അല്ല കേട്ടോ, പഴയ ബസ് തന്നെ. നോക്കി, അതിനി ഇളകാത്ത ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും സർവീസ് ചെയ്യുമെന്നാണ് തോന്നുന്നു. പാവങ്ങൾ വളരെ സൂക്ഷിച്ചാട്ടാ പറഞ്ഞത്. നോക്കിയേ, ഇഞ്ചിന് ഇവർക്ക് അവിടെ അതിന് പണി കിട്ടി കേട്ടോ. കയറുന്നൊന്നുമില്ല, സാധാ വണ്ടിയല്ലേ, 4x4 ഒന്നും അല്ല. കയറി ഇപ്പോൾ ഒന്ന് നോക്കി നോക്കിയേ.
എന്താ പറഞ്ഞ ബസ്സിന് വരുവാണ് ഇവിടെ പീക്ക് ഡേഞ്ചർ. പീക്ക് എന്ന് പറഞ്ഞാൽ പീക്ക് ഡേഞ്ചർ. സാധാരണ ഇവിടെ ഇങ്ങനെ നമ്മൾ കാറും കൊണ്ടൊന്നും വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്കൊരു എന്താ പറയാ ഇങ്ങനത്തെ റോഡിൻ്റെ അകത്ത് സഞ്ചരിച്ചെന്ന് പറയാം. നോക്കൂ, ഇതേപോലെയുള്ള റൂട്ടുകളുടെ പ്രശ്നം, അതായത് ഇവിടെ ഇതേപോലെയുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് വണ്ടി ഒതുക്കാൻ വേണ്ടി കിട്ടത്തുള്ളൂ. അതായത് ഇതേപോലത്തെ പാറ നോക്കണം, അത് ചീള് കുറഞ്ഞ പാറയുടെ അടിയിൽ നമ്മൾ വണ്ടി നിർത്താൻ പാടുള്ളൂ. അത് ഈ പാറയുടെ മേളിൽ നോക്കിയിട്ട് കാര്യമില്ല, അതിന്റെ മേളിൽ ഒരു പാറയും കൂടെ ഉണ്ട്. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കല്ല് വീണാൽ തന്നെ മനുഷ്യൻ കാലിയായി പോകും. ഗൈസ്, അങ്ങ് ദൂരെ നിങ്ങൾ കാണുന്നുണ്ട്, ഇതാ ഈ സ്ഥലം. ഇത് ഇവിടെ നിന്നാണ് നമ്മൾ കില്ലർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്നാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങിയാക്കുന്നത്. അത്യാവശ്യം തണുപ്പുണ്ട്. ഈ കില്ലർ എന്ന് പറഞ്ഞ സ്ഥലമേ അതും വലിയ ടൗൺ ഒന്നും അല്ല, ഒരു ചെറിയൊരു ടൗണ്, ആദിവാസി മേഖല, മീൻസ് ട്രൈബൽ ഏരിയ ആണ്. ഗൈസ്, ഇനി നമുക്ക് പോകേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഈ കാണുന്ന വഴി കൂടിയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് നമുക്ക് നേരെ ഇങ്ങനെ ഇറങ്ങി ആ തുഞ്ചം കണ്ടോ, ആ തുഞ്ചത്തിലൂടെ വേണം നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാൻ. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്രോക്സിമേറ്റ് 5.5 മണിക്കൂർ, 5.25 മണിക്കൂർ, 6 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന നമ്മുടെ ഇന്നത്തെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേപോലെ തന്നെ ഏകദേശം അതിൻ്റെ അകത്ത് 3.5 മണിക്കൂറും ഇങ്ങനെയുള്ള അഡ്വഞ്ചർ റോഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, ഈ കാണുന്ന ഈ റോഡ് കണ്ടോ, നമ്മളിപ്പോൾ നേരത്തെ ഫ്രണ്ടിൽ നിർത്തിയില്ലേ, അതേപോലെ ഇനി അടുത്തൊന്നും അങ്ങനെ കിട്ടത്തില്ല. ഇപ്പോൾ ഒരു കാറ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഈ കാറ് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അവനെ പോലെ ആകരുത്. നമ്മളിവിടെ അങ്ങ് ഒതുക്കി കൊടുക്കണം. അപ്പൊ അവൻ കയറിപ്പോ. ഒരാൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നമ്മളവിടെ ബോംബ് പൊട്ടുന്ന സ്ഥലത്ത് കണ്ടത് അല്ലേ? ചെറുതായിട്ടൊരു ഹോൺ അടിച്ചപ്പോ ചെറുതായിട്ടൊന്ന് ക്ഷമിക്കാൻ നോക്കി. ഗൈസ്, നമ്മളെല്ലാം ക്ഷമിച്ചേ, അവരെല്ലാം അടിയാക്കാൻ വേണ്ടി വന്നേ. കണ്ണാടി വെച്ച ഡോർ തുറന്ന് ഇറക്കി കയറി. അതല്ല, നമ്മളെ ഈ കാണുന്ന വഴി കൂടെ ഡെപ്ത് നോക്കിയേ. യു സീ ദാറ്റ് സൈഡ്, ദിസ് സൈഡ് ഈസ് വാച്ചിങ്. ബേക്ക് വണ്ടി ഉണ്ട് കേട്ടാ. ഗൈസ്, ബേക്കിൽ അങ്ങനെ വണ്ടിയും എല്ലാം പലതും ഉണ്ടാവും. നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോയാൽ മതി. ഇനി അവന് പറ്റുന്നില്ല, അവന് ഞാൻ സൈഡ് കൊടുക്കും. ഇവിടെ സൈഡ് കൊടുക്കും. ഇവിടെ സൈഡ് കൊടുത്ത് ഞാൻ പോകൂല. ഇവിടെ സൈഡ് കൊടുക്കാൻ വേണ്ടി ഇവിടെ വേണം സൈഡ് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ചു വേണം പോകാൻ. അവന് ധൃതിയാ, വായുകുളിയാ. ഗൈസ് നോക്കൂ, ഫൈനലി അവൻ കയറിപ്പോയി. ഇവിടെ ഉള്ളവർ ഒരു വലിയ വിഷയമാണ്, ക്ഷമയില്ല കേട്ടോ. ഇവർക്കൊക്കെ പെട്ടെന്ന് പോകും തോന്നല്ലേ? ഇവിടെ അല്ലേ എന്റെ മോനെ, ആ കർവ് നോക്കിയേ. ഇവിടെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഡ്രൈവിംഗ് അറിയത്തുള്ളൂ. പുറത്തുനിന്ന് വന്നവർക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലെന്ന ഒരു ഇതാണ്. ഏറ്റവും കൂടുതൽ കൊക്കയിനകത്ത് കിടക്കുന്ന ഇവിടെയുള്ള ആൾക്കാരാണ്, പുറത്തുനിന്ന് വന്നവരല്ല. ഇവര് 100-110 ഈ സൈഡിലേക്ക് നോക്കിയേ. ഈ സൈഡൊക്കെ വളരെ ഡേഞ്ചറസ് ആയ റോഡാട്ടോ. കാരണം ഇതിന് വലിയ പിടുത്തമൊന്നുമില്ല ഈ മണ്ണിനൊന്നും. ഫ്രണ്ട് നോക്കിയേ. ഫ്രണ്ട് ഇതിന്റെ 10 ഇരട്ടിയാട്ടോ. ഇവിടുന്ന് ഒരു ഡീപ്പ് കർവ് ഉണ്ടാകാൻ സാധ്യത ഞാനും കാണുന്നുണ്ട്. നല്ല രീതി വന്ന വഴി ഒന്ന് തിരിഞ്ഞു നോക്കിയേ. എന്റെ മോനെ, അങ്ങോട്ട് നോക്കിയേ, ബാക്കോട്ട്. മണാലി എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നെക്ക് ബാൻഡ് മേടിച്ചു കൊടുക്കണം. അതിനാ അങ്ങോട്ട് ഗൈസ് നോക്കൂ, ഈ പോകുന്ന വഴികളുടെ ഒക്കെ പ്രത്യേകത ആവേശം ഉണ്ടാകരുത്. ആവേശം ഉണ്ടായി പരിപാടി മൊത്തം പാടും. പക്ഷെ ഇത് ഡെവലപ്പ് ആകും കേട്ടോ. ഇത് ഡെവലപ്പ് ആകാതിരിക്കൂല. നിനക്ക് എന്നാണ് ലിബിനെ തോന്നുന്നത്? 2 കൊല്ലം സൂപ്പർ 4 വരിയാവും. ഗൈസ് നോക്കൂ, ഇനി അങ്ങോട്ട് ഒരു 2 കൊല്ലം ലിബിൻ പറഞ്ഞ പോലെ 2 കൊല്ലം കഴിഞ്ഞാണല്ലോ പരിപാടി ക്ലിയർ ആയിരിക്കും. ഗൈസ് ഫൈനലി അങ്ങനെ ഇങ്ങോട്ടും വന്നപ്പോഴത്തേനും കുത്തരമായ ഇറക്കമായി കേട്ടോ. ഈ ഇറക്കമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. കയറ്റം നമ്മൾ പേടിക്കേണ്ടത്. കയറ്റം നമ്മുടെ വണ്ടി എങ്ങനെയും കയറിപ്പോയിക്കോളും. ഇറക്കം ഇറക്കാൻ നേരത്തെ ബ്രേക്ക് കണ്ടോ. ഇവിടുത്തെ മണ്ണിൻ്റെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം. മണ്ണിന് കട്ടിയില്ല. അത് കാരണം നമ്മൾ പരമാവധി വണ്ടി സൈഡിൽ കൂടെ നോക്കി ഓടിക്കും. ബസ് അടുത്ത് അതൊരു ചാലഞ്ചിങ് ആവുമല്ലോ ബസ്സുകാരന്. കാര്യം എന്ന് വെച്ചാൽ നമുക്കതിന് ചാലഞ്ചിങ് ആവില്ല. നമ്മൾ ഈ പാറയുടെ സൈഡിലുള്ള കാരണം നമുക്ക് കുഴപ്പമില്ലുണ്ടോ. പിന്നെ ആ പാറ കൂട്ടി ഒതുക്കി കൊടുത്തോട്ടോ. ജസ്റ്റ് നോക്കി ആ ബസ് കയറി വരാൻ പറ്റുമോ നോക്കി. ആ ബസ് കയറി വരാനുള്ള ഗ്യാപ്പ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി ആ ബസ്സിന് ഒരു 4x4 ഇല്ല, ഒന്നുമില്ല കണ്ടോ. ബസ്സുകാരൻ പറഞ്ഞു എനിക്ക് ഈ സ്ഥലം മതി കണ്ടോ. നമ്മളെപ്പോഴും വലിയ വണ്ടിക്കാർ, നമ്മൾ ചെറിയ വണ്ടി പോയി കാണാൻ വലിയ വണ്ടിക്കാർ വരുമ്പം നമ്മൾ ഇതേപോലെ ഒതുക്കി കൊടുക്കും. കാര്യം എന്ന് വെച്ചാൽ ഇവർ ഓരോ വണ്ടി എടുക്കുമ്പോൾ ഇനി ഫസ്റ്റേന്ന് തൊട്ട് ഓരോ ഗിയർ ഇട്ടിട്ട് വേണം ഇവർക്ക് കയറി വരാൻ വേണ്ടി. കണ്ടോ ആ ചേട്ടൻ എന്ത് കഷ്ടപ്പെടാൻ നോക്കി. ആ പുള്ളിക്കാരൻ്റെ കണ്ണ് എപ്പോഴും കല്ല് മേലോട്ടും റോഡിലോട്ടും കൂടിയാണ്. സാധാരണ നമ്മൾ പറയുന്ന പോലെയല്ല, മേലോട്ടും താഴോട്ടും ഓടിയിട്ട് വേണം ഈ ബസ് നമുക്ക് എപ്പോഴും ഓടിക്കാൻ വേണ്ടി. കാര്യം കാറ് ഹൈറ്റില്ല, ബസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കണ്ടോ കയറി പോന്ന് നിൽക്കേ. ഇനി ഒരു 5 മിനിറ്റ് പോലും ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊടി കേട്ടോ നമ്മൾ വലിച്ചു കയറ്റുന്ന നോക്കി. പാറ തട്ടി ഏറ്റവും കൂടുതൽ ഇവിടെ കയറി വരുന്ന നോക്കി. ഇതാണ് ഏറ്റവും ഇവരുടെ HP
ഫൈനലായിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് ബസ് പോകുന്നത്. ഉണ്ടോ, HVയുടെ വണ്ടി നമ്മുടെ നാട്ടിൽ പോലെയൊന്നുമല്ല, ഏത് മലയും കുന്നിലോട്ടും സർവീസ് ഉണ്ട് കേട്ടോ. അത് ആളുണ്ടെങ്കിലും ഇല്ലേലും ഈ ബസ്സിലൊക്കെ 6 പേരും 7 പേരും 8 പേരൊക്കെ ഉള്ളൂ കേട്ടോ. കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാർ ഓടിക്കുന്ന കേട്ടോ ഇങ്ങോട്ട് വണ്ടികൾ. നോക്കി ആ വണ്ടി പോകുന്ന പോക്ക് നോക്കി. അങ്ങനെ ഇപ്പം വണ്ടി എടുത്തോട്ടെ. നമ്മുടെ വണ്ടി വരുന്നത് ഒരു പുലി ഇറങ്ങി വരുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, നോക്കിയേ എന്ത് രസമാണെന്ന് നോക്കിയേ. അവൻ്റെ കണ്ണിലുള്ള ലൈറ്റും എല്ലാം കൂടെ കാണാൻ വേണ്ടി ഗായ്സ് നോക്കിയേ. ഇങ്ങോട്ട് വരാൻ നേരത്ത് വീണ്ടും റോഡ് ചെറുതായി. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് പാറ താഴോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അന്നിപ്പോൾ പരമാവധി അവർ റോഡിൻ്റെ അവിടെ കല്ല് കയറ്റി വെക്കാൻ സാധ്യതയുണ്ടോ. ഇതിൻ്റെ താഴോട്ടൊക്കെ നോക്കി. ആ ഇത് തുടങ്ങിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. തുടങ്ങിയിട്ടുള്ളവനെ നീ മലയുടെ താഴ്വാരത്ത് നമ്മൾ ഇറങ്ങണ്ടേ, ഇറങ്ങി നീ മലയിലൊന്ന് കയറണ്ടേ. അങ്ങനെയാണ് ഇതിൻ്റെ ഭൂപ്രകൃതി. ഇവിടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെ പോകും? നമുക്ക് കയറ്റിയിടാം. ഈ തലേ തൊപ്പിയുള്ളവരെല്ലാം ബീഹാർക്കാർ അല്ല, ഇതെല്ലാം ഹിമാചൽ പ്രദേശുകാരാട്ടോ. ഇതല്ലേ അത് ആ പുള്ളിയൊക്കെ ഹിമാചൽ പ്രദേശുകാരനാണ്. നമുക്ക് പോവാ, നമ്മളോടെ കളി. ഞങ്ങൾ ഇവിടുന്ന് താഴോട്ട് നമുക്ക് കൊണ്ട് മേലോട്ടല്ല. ആ പഴയ വഴി അതായിരുന്നു തുമ്പി, അതാ ക്ലോസ് ആയിരുന്നു എന്ന് പറഞ്ഞ. അവിടെ എല്ലാം മണ്ണ് ഇടിഞ്ഞ് കാണും അല്ലേ. ഒരു മലയുടെ ഒക്കെ പൊക്കം നോക്കിയാണ് എന്നെ പൊക്കമാന്ന്. ദൈവമേ, ഇതിലൊക്കെ പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം ഇതിലെ വരുന്നവരെ സമ്മതിക്കണം, രണ്ടാമത്തെ കാര്യം ഇവിടെ ജീവിക്കുന്നവരെ സമ്മതിക്കണം. ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റോഡ് ഇല്ലെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും. ഇവിടെയൊക്കെ പ്രസവമൊക്കെ ഉണ്ടല്ലോ വീട്ടിലൊക്കെ. ഇവിടെ ഉള്ളവർക്ക് നോർമലി ഇത് കൂടുതലാണ്, ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്, സ്റ്റാമിന, ആരോഗ്യത്തിന്റെ. ഞാനൊരു കേസ് പറയട്ടെ. നമ്മുടെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം വീട്ടിൽ പ്രസവിക്കാന്ന് വെച്ചാൽ ഭയങ്കര പേടിയല്ലേ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ, വേറെ എന്നാ ചെയ്യാനാ? വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഹോസ്പിറ്റലുണ്ട്, പരമാവധി സ്ഥലത്ത് ഹോസ്പിറ്റലുണ്ട്. പക്ഷെ അതും 100-150 കിലോമീറ്റർ കഴിഞ്ഞിട്ടാന്നുള്ളല്ലേ ഇവനെ. ദൈവമേ, റോഡ് എന്ന് പറഞ്ഞോണ്ടല്ലോ ഇവനെ. ഇന്നലെ വന്ന വഴിക്ക് ഇത്ര വീതി ഇല്ലായിരുന്നല്ലോ. ഇന്നലെ രാത്രി വന്ന വഴിയായിരുന്നു വഴി. തുമ്പി ഇന്നലെ പറഞ്ഞു കേട്ടോ. ലാസ്റ്റ് തുമ്പി ഇന്നലെ ബെഡേ കിടന്ന് എണീറ്റപ്പോഴാ തുമ്പിക്ക് എന്തോ ഒരു കല്ലടിച്ചല്ലോ. എവനെ താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലേ, നല്ല അടിപൊളി റോഡ് വരുന്നുണ്ട് കേട്ടോ. എവനെ ഈ കാണുന്ന ഉണങ്ങിയ മരങ്ങൾ പകുതി എന്താണെന്നറിയോ, ഓറഞ്ചും ആപ്പിളും കേട്ടോ. ഈ കാണുന്നല്ല, ഈ കാണുന്ന ഉണങ്ങിയ മരങ്ങൾ. അവൻ നമുക്കിട്ട് പ്ലഗ് വന്നു പോവാൻ നോക്കിയാ തുമ്പി തലയിട്ട് നോക്ക്. നോക്കണേ ഇതേ ഫുള്ള് ഹെയർ പിന്നുകളായിട്ടോ. നമുക്കങ്ങനെ മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ 5 വർഷത്തിനുള്ളിൽ ഇത് ഫുള്ള് റോഡാവുന്ന ഇന്നലെ മറ്റോ പറഞ്ഞ. 5 വർഷത്തിനുള്ളിൽ ഇത് മൊത്തം റോഡായിരിക്കുന്നു. പക്ഷെ അപ്പോഴും ലാൻഡ് സ്ലൈഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ നിന്ന് വയനാട് ചുരം ഒക്കെ കയറും വലിയ ചുരമെന്നല്ലേ നമ്മൾ പറയുന്നത്. ആ ചുരം ചുരമല്ല ശരിക്കും പറഞ്ഞ് ഇവിടെ വരുവാണെങ്കിൽ. പാൽച്ചുരമൊക്കെ അല്ലേ? പാൽച്ചുരം ഒന്നും ചുരമല്ല സത്യം പറയുവാണെങ്കിൽ. ഇതിനെ വെച്ച് നോക്കാൻ നേരത്തെ അതൊന്നും ഒന്നും അല്ല കേട്ടോ. ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതിലെ കൂടെ ഐഷർ വണ്ടി കയറി പോകുന്നില്ലേ, പിന്നെ എന്താ ഇവിടെ എല്ലാവരും SML ഗൈസ് നോക്കൂ. SML ഹൈ പാസുകള് അതാണോ തുമ്പി? നേരെ റോഡ് അവിടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ടല്ലേ. SML ഹൈ പാസുകളിലൊക്കെ ഓടി നടക്കും, പാഞ്ഞു കയറും, അങ്ങനെ നിന്ന് പോകത്തൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് ഐഷർ ഈ പണിയൊന്നും നടക്കൂല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഓക്സിജന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ വരാൻ നേരത്താണ് ഈ എഞ്ചിൻ പൊളിയുന്നത്. ഓക്സിജൻ തണുപ്പാണ് നിർത്തി യാതൊരു പ്രശ്നമില്ല. നമ്മുടെ യൂറോപ്പിലൊക്കെ എല്ലാ വണ്ടിയും ഓടുന്നുണ്ടല്ലോ. ഭാരത് ബെൻസ് ഒക്കെ ഇതിൽ ഓടും, ഒരു മാസം ഓടും. രണ്ടാമത്തെ മാസം മുതൽ കുറ്റിക്കകത്ത് കിടക്കും. അല്ലേ ഗ്യാരണ്ടി ഉണ്ട്, കുഴപ്പമില്ല. കാറ്റും ലൈലാൻഡും SML അല്ലാതെ ഇവിടെ വേറെ സാധനം വിജയിക്കല കേട്ടോ. ഗൈസ് നമ്മൾ തീർന്നെന്നാ വിചാരിച്ചേ, ഇത് തീർന്നൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ, ഇതൊരിക്കലും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു പാറയ്ക്കൊന്നും വലിയ കട്ടിയില്ല തുമ്പി. ഇവിടെ എന്ത് നിധി പണിതെന്ന് പറഞ്ഞാലും ഈ പാറച്ചീകള് ഇങ്ങനെ പൊട്ടി വരും കേട്ടോ. ഇതൊരു കട്ടിയില്ലാത്ത സൈസ് കല്ല, എനിക്ക് ധാതുക്കല്ലാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നീ ആലോചിച്ച് നോക്കിയേ, നല്ല മഞ്ഞ്, ഒരര ആൾക്കാർ അത്ര പൊക്കം ഉള്ളപ്പോ ഈ സ്ഥലത്തിൽ കൂടെ വണ്ടി ഓടിക്കണം. ആ സമയത്ത് സ്നോഫോളി വണ്ടി ഓടിക്കണം. എങ്ങനെയുണ്ടോ? നല്ല സെറ്റപ്പ് ആയിരിക്കും. നമ്മളങ്ങനെ ഓടിച്ചിട്ടുണ്ട്. എനിക്കൊരു സംശയമുണ്ട്, പക്ഷെ ഞാൻ അത് ക്യാമറ ഓഫ് ആക്കിയിട്ടേ ചോദിക്കത്തുള്ളൂ. അത് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്കുള്ള അവകാശമാണ്, നിങ്ങൾ ചോദിക്കണം. അരയാൾ പൊക്കത്തില് മഞ്ഞ് വരുമ്പം വണ്ടി ഓടും. ഫ്രഷ് മഞ്ഞാണ്, യാതൊരു കുഴപ്പമില്ല. ആ മഞ്ഞ് അവിടെ വന്ന് വീണ് നല്ല ബ്ലാക്ക് ഐസ് ആയി കഴിഞ്ഞാൽ ഓടാൻ പറ്റൂല. ബ്ലാക്ക് ഐസ് ആയാലും ഓടൂല കേട്ടോ വണ്ടി. നമ്മൾ വരുന്ന സമയത്ത് ബ്ലാക്ക് ഐസ് ആണെങ്കിൽ ഇല്ല, പെട്ടെന്ന് അങ്ങനെ വരില്ല. ഒരു 2 മാസം കഴിയണം ബ്ലാക്ക് ഐസ് ആണെങ്കിൽ. നമ്മൾ ഒരെണ്ണം കഴിയുമ്പോൾ വിചാരിക്കും അടുത്തത് നല്ലതായിരിക്കും. ഞാൻ വിചാരിച്ചു 4 വരിപ്പാത കയറിയെന്ന. ഇത് തീരത്തൊന്നുമില്ല കേട്ടോ. ഇതിനൊരു ചെറിയ വിഷയമുണ്ട്. നാളെയോ നാളെ കഴിഞ്ഞോ മുതൽ ഇവിടെ നല്ല രീതിയിൽ മഞ്ഞ് പെയ്ത് ഇത് മഞ്ഞെ മൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ
ഒരൊറ്റ സ്ഥലത്ത് ഹീറ്റർ ഇല്ല, കറണ്ട് ആണെങ്കിലും ലിമിറ്റഡ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും പവർ കട്ട് എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ 1 മണിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. എല്ലായിടത്തും ജനറേറ്ററാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതിനൊരു ഹീറ്റർ തന്നാലും ആ ഹീറ്റർ വെച്ചിട്ട് വർക്കായില്ല കേട്ടോ. 4 പുതപ്പിങ്ങനെ അട്ടി കിടന്നിട്ട് അതിൻ്റെ അടി കിടന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ടെ. അല്ലടാ ലിബിനെ? അതെ, ഹോട്ടലിൽ കിട്ടി തന്നെ ഭാഗ്യം. ഇത് എന്നാ റോഡാന്ന് നോക്കിയേ. ഇത് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബിനെ, ഈ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് കില്ലറിനെയും അതുപോലെ തന്നെ മണാലിനെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. അതെ, മണാലിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഈ റോഡ് ഒരു കാരണവശാലും അടയ്ക്കൂല കേട്ടോ. കാരണം അത്ര ജനജീവിതം ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണിത് BR. ഈ ലോകത്ത് എത്ര വലിയ കൺസ്ട്രക്ഷൻ കമ്പനി വന്നെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ ഈ ലോകത്ത് എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ BRോട് അത്രയും വലിയ പണിക്കാർ ഈ ലോകത്തുണ്ടാവുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞ ലോകത്തിൽ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത് അത് BR തന്നെയായിരിക്കും. ഗൈസ് ഫൈനൽ അങ്ങനെ വണ്ടി കയറി വരുവാണേ. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡുണ്ട്, സൈഡ് ഇടിഞ്ഞു. മലയുടെ സൈഡിൽ കൂടിയാണ് നമ്മൾ കയറി വരുന്നത്. ഈ റൂട്ടിൻ്റെ അകത്ത് ഏറ്റവും ടഫായിട്ടുള്ള റൂട്ട് ഈ റൂട്ടാണേ. വണ്ടി നല്ല ചാറിലുള്ള കാരണം തെന്നി അങ്ങോട്ട്. പിന്നെ ഇവിടെ വേറെ ചെറിയ പ്രശ്നമുണ്ട്, ശ്വസനത്തിന് നല്ല വിഷയമുണ്ട് ഇവിടെ. അതാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് കിതയ്ക്കുന്നത് കണ്ടോ. ഈ റൂട്ടിൽ കൂടെ കണ്ടോ എബിൻ കാണിക്കുന്നതെന്ന് കറക്റ്റ്. എത്രത്തോളം പയ്യെ വരാൻ പറ്റുമോ അത്രത്തോളം പയ്യെ ഇതിൽ വണ്ടി ഓടിക്കണം. അല്ലേ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടിയുടെ എൻജിൻ പോകാൻ വേണ്ടി വളരെയധികം ചാൻസ് കൊടുത്തു. അത് നോക്കി വണ്ടി എബിൻ ഒരു കാറിന് ഇങ്ങോട്ട് വന്നത്, ഒരു കാറിന് കയറി വരാനുള്ള സ്ഥലമല്ലേ. അപ്പോൾ മറ്റുള്ള വണ്ടി വരാതെ നമ്മൾ സൂക്ഷിക്കണം. ഓൺ മുഴക്കി വേണം നമുക്ക് ഇതിലെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി. എബിൻ നോക്കി നേരെ കയറി പോകണേ. ഇതിൻ്റെ അപ്പുറം എന്താണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതാണ് ഈ റോഡിൻ്റെ ഒക്കെ പ്രത്യേകത. അപ്പുറം മുൻകൂട്ടി നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡിൽ ആദ്യമായിട്ടാണല്ലോ. അത് കാരണം എബിൻ വണ്ടി അവിടെ ഒതുക്കി. ഇനി നമുക്ക് എല്ലാവരും കൂടെ ഇനി ഒരുമിച്ച് പോകട്ടോ. അവിടെ എന്തോ ഒരു വലിയൊരു സംഭവം ഉണ്ട്. അല്ലെങ്കിൽ എബിൻ അത്രയും പയ്യെ പോകില്ല വണ്ടി കണ്ടോ. എബിൻ മെല്ലെ പോന്ന് നോക്കി. നല്ല കട്ടറായിരിക്കും അവിടെ. ഓ ഗായ്സ്, അതേസമയം നോക്കി താഴോട്ട് നോക്കി നല്ല കറുത്തമാണേ. എന്തുണ്ടോ അത് ഞാൻ അടുത്തോട്ട് പോകുന്നില്ല. അതിന് അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലെന്നുണ്ടോ. പേടിച്ചിട്ട് കാലും കൈയൊക്കെ വിറയ്ക്കുന്ന നോക്കി. എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടുത്തെ മണ്ണിന് കട്ടിയില്ലാത്ത തന്നെ സൈഡ് എപ്പോഴാണ് ഇടിയുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഇവിടെയുള്ള ജനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഓരോ മലകളിലും എല്ലാം താമസിക്കുന്നുണ്ട്. ആ കാണുന്നേ മുന്നോട്ട് പീക്കാണല്ലോ. ആ കാണുന്നൊക്കെ ആപ്പിൾ തോട്ടോ. താഴോട്ട് ആ ഗ്രാമത്തിലേക്ക് പോകുന്ന പാലം കണ്ടോടാ? അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നീ നോക്കി അങ്ങോട്ട് നോക്കിണ്ടായിരുന്നു. ഒരു ചെറിയ പാലം. അവിടെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങനെ പിന്നെ നമ്മൾ ആ ഗ്രാമത്തിലേക്ക് പോകണം. കയറാൻ പറ്റും. നാളെ രാവിലെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 10 ഉപ്പി വരല്ലോ. ഇതുണ്ടോ, ഇതാ ഗ്രാമവാസിയുടെ വീടായിരിക്കും. അല്ല, വണ്ടിയായിരിക്കും. വീടല്ല, വണ്ടി. അവനോട് വണ്ടി ഒതുക്കി വെച്ചിട്ട് പോയാക്കുന്ന. ഇതാ ഇറങ്ങിപ്പോകുന്ന വഴി കേട്ടോ. അല്ലല്ലോ, ഇതല്ലല്ലോ. അല്ല വണ്ടി അതെ ഇതാ ആണോ? ദൈവമേ, സ്വന്തമായിട്ട് കാറുണ്ടല്ലോ, അവിടെ കൊണ്ടുപോകാൻ പറ്റൂല. എല്ലാം നടന്ന് കയറണം, വണ്ടിയൊന്നും എത്തൂല. പക്ഷെ വേറെ കാര്യമുണ്ട്, അവിടെ ഫുള്ള് കൃഷി. അവിടെ ബൈക്ക് ചെല്ലും കേട്ടോ. അവിടെ ബൈക്ക് ഇരിക്കുന്നുണ്ട്. ബൈക്ക് എവിടെ നിന്ന് എത്തി? മേളിൽ നിന്ന് ചുമന്ന് താഴോട്ട് കൊണ്ടുപോകാതായിരിക്കും. പുണ്ടച്ചി മേളിൽ നിന്ന് എങ്ങനെ ചുമന്ന്? അതിനെ ചീത്ത വിളിച്ചേ. സത്യം പറയുന്നവരെ ആരും കാണത്തില്ല ഗൈസ്. അത് നോക്കിയേ, അവിടെ നിന്ന് എങ്ങനെയാ അത് എത്തിച്ചു? അത് കൈ കൊണ്ട് ചുമന്നു. എന്ത് മിനറൽസ് ഉള്ള വഴിയാന്ന് നോക്കി. അല്ല സോറി, എന്ത് മിനറൽസ് ഉള്ള വെള്ളം. ഈ വെള്ളം പിടിച്ചിട്ട് കുപ്പിയിലാക്കിട്ട് വിൽക്കണം. ഇതാടാ ഹിമാലയ, മറ്റേ ഇത് ടാറ്റയുടെ. 100 രൂപയാണ്. 100 കിട്ടത്തില്ല. ഇല്ല, പൈസ കൂടുതല. ഹിമാലയ, ടാറ്റ ഹിമാലയ അങ്ങനെ പറഞ്ഞൊരു വെള്ളമുണ്ട്. അതിന് ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ ടാറ്റയുടെ വെള്ളം. മിനറൽസ് കൂടുതലായിരിക്കും. മിനറൽസ് കൂടിയ വെള്ളം. മറ്റേപോലെ പിടിക്കുന്ന വേറെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് ആ വെള്ളത്തിന്. നോക്കി ഇവനെ ഇങ്ങോട്ട് ഡീപ്പായി വീണ്ടും. എക്സ്ട്രീം ആയിട്ടോ, എക്സ്ട്രീം ലെവൽ അല്ലേടാ. ഈ സൈഡ് കൂട്ടണ്ട കേട്ടോ ആദ്യം. ഇവിടെ ഇനി നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്താ വെച്ചാൽ മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ ഇനിയും ഭയങ്കരമായിട്ട് വരുവേ. അപ്പോൾ ആ വണ്ടിക്ക് ഇനി സൈഡ് കൊടുക്കൽ ഭയങ്കര പാടായിരിക്കുവേ. ഇവിടെയെന്ന് വെച്ചാൽ നേരത്തെ പോലെ ഒന്നും പറയാനില്ല, ഒറ്റ വണ്ടിക്ക് പോകേണ്ട സ്ഥലം. അതേപോലെ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങൾ വരാൻ നേരത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരിക. വളവ് ഫോണിൽ വേണ്ട, വേറൊരു വണ്ടിയും കൂടെ ഇപ്പം കയറും വേണ്ട. ഇന്ന് തോന്നുന്ന താഴോട്ട് ബസ് ഓടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഇത്രയധികം ചെറിയ വണ്ടികൾ ഇവിടെ ഓടുമല്ലോ. ഇതിപ്പം താഴോട്ടൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പറഞ്ഞല്ലേ. ഈ വണ്ടിയുടെ ചാർജ് എന്ന് വെച്ചാൽ 20,000 രൂപ 30,000 രൂപയ്ക്കായിരിക്കും ചാർജ്. ഇത് ഗ്രാമം നോക്കിയേ,
നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടില്ലേ ആ ഗ്രാമം കേട്ടോ ഇത്. ഇവിടെ വലിയ വീടുമുണ്ട് ചെറിയ വീടുമുണ്ട്. ഇവിടെ ഒരു വീടുണ്ടാക്കാൻ അത് എക്സ്പെൻസീവ് ഒന്നുമില്ല. ബേക്കിൽ വേറൊരു വണ്ടി കൂടെ ഉണ്ടോ? നോക്കിയത് പോകുന്ന നോക്കിയാ ബലേറെ പോകുന്ന ബലേറയല്ലേ നോക്കിയേ, സിമ്പിളായിട്ട് അങ്ങ് പോവുക. സത്യം കേട്ടോ. എടാ മാറി കൊടുക്കട്ടെ, അതിനാ അടുത്ത വണ്ടി വരുന്നുണ്ട്. ഏറ്റവും മൂലം ആയിട്ടാ പോകുന്നത് കേട്ടോ. ആ ഇവര് സ്ഥിരം ഓടുന്ന ടാക്സി ആടാ, ടാക്സി HP ടാക്സി പ്രശ്നമല്ല. ഇവരെങ്ങനെയും ഓടിപ്പോക്കോളൂ. ഷെയർ ടാക്സി. ഞാൻ വേറെ കേസ് പറയട്ടെ. അടുത്ത് വരുന്നുണ്ട്. അടുത്തുണ്ടോ? പൊക്കോളൂ, താങ്കൾ പൊക്കോളൂ. അയ്യോ ആ വണ്ടി അത് വരുന്നു നോക്കിയേ മുട്ടിച്ച്. ദൈവമേ നോക്കിയേ, ഇവിടെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലെ കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ. ഓ ഡ്രൈവർ സൂപ്പറാ കേട്ടോ. മറ്റേ ഡ്രൈവർ അടുത്ത സ്ഥലത്ത് ആൾക്ക് പണിയൊന്നും എടുക്കാൻ പറ്റില്ല, അയാൾ നിന്ന് കൊടുത്തു. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ഒരാൾ പടേഷായി. ഇത് പടേഷ് ഇതാ. നമ്മൾ എല്ലാ വണ്ടികൾക്കും സൈഡ് കൊടുക്കുവാണേ. പരമാവധി എല്ലാ വണ്ടിയും കയറിപ്പോട്ടെ. അതിനോട് നിൽക്കും. ഇവിടെ എന്ന് വെച്ചാൽ ഈ ബല്ലാറയുടെ ഈ വണ്ടി കേട്ടോ കൂടുതൽ ലോഡ് എടുക്കാം. ഇതിന് പേര് ക്യാമറ. തുമ്പിക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ അപ്പോൾ കയറിക്കോ. ആണോ? ഗൈസ് എന്ത് ചെയ്യാനാ, നമ്മുടെ തുമ്പിയണ്ണൻ അടിച്ചു പോയി ഗൈസ്. തുമ്പിയണ്ണ നിങ്ങൾ അടിച്ചു പോയി കേട്ടു. ഇപ്പൊ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് 35 ലക്ഷം രൂപ. അതല്ല ഉള്ള ഗ്രാമീണരെ വണ്ടി കാത്തു നിൽക്കുന്ന ചിലപ്പോ കൈ നീട്ടാൻ സാധ്യതയുണ്ട്. ഇത് മേലോട്ട് പോകാൻ വേണ്ടിയാണ്. ഇതെല്ലാം മണാലിക്ക് പോകാൻ വേണ്ടിയാടാ. ഇവിടെ എന്നാ ഇപ്പൊ ഇത്ര ബസ് ഉണ്ടായിട്ട് ഇവരെന്നെ ഇങ്ങനെ നിൽക്കുന്നേ? വണ്ടി കാത്ത് എന്തോ ഒരു ബസ്സാ പോയെ ആയിരിക്കും. താഴോട്ട് പോകാനുള്ള ബസ്സിനാണ് നോക്കുന്നത്. മേലോട്ട് ഇപ്പൊ എത്ര ബസ് പോയി? KT താപോ. ഇങ്ങോട്ട് നോക്കിയ വീടുകൾ ഒരു പ്രത്യേക രീതിയിലുള്ള വീട് നിർമ്മാണം ഇവിടുത്തെ. ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ്, ബേസും കോൺക്രീറ്റ്, ബാക്കി മൊത്തം തടിയാ. അതേ കിടക്കുന്ന ബസ് വന്നു, കിടക്കുന്നൊരു വേണ്ടി ഈ മേലോട്ട് അവിടെ ആയിരിക്കും. മേലോട്ടായിരിക്കും മിന്നൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കില്ലറിലോട്ട് പോകുന്ന വണ്ടി നമുക്ക് വേണ്ടി ഒതുക്കി തന്നല്ല. ഇവിടെ ആളിറക്കം ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ എന്നാണാവോ ചാർജ് കൂടുതലായിരിക്കും, ബസ് ചാർജ്. ഇത് ദേശീയവാദയാണോടാ? ഞാൻ പറഞ്ഞില്ലേ NH3 എനിക്ക് തോന്നുന്നത്. അല്ല 3 കട്ട് ചെയ്ത് കയറുന്ന റോഡാണോ? ഇവിടെയൊക്കെ എന്തൊക്കെയോ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്നാ തുമ്പി എഴുതി വെച്ചേക്കുന്നത്? ഇങ്ങോട്ട് തിരിച്ചേ, വീട് പണിയുന്ന സ്ട്രക്ചർ കണ്ടോ? ഫുള്ള് തടിയാ, ലോക്കൽ തടി കൊണ്ടാ പണിയുന്നത്. എന്നാ ബേസ്മെന്റ് വാർപ്പും. ഇവിടെ തടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പട്ടിക്കുഞ്ഞ് ഇത് ഹോം സ്റ്റേ നോക്കണേ. ഇതൊക്കെ ഹോം സ്റ്റേ. ഗൈസ്, തദ്ദേശീയരായ ആളുകൾ കഴുതക്കുതിരേനെ കൊണ്ട് പോകുന്ന കണ്ടോ? ഇതിൻ്റെ അകത്ത് തന്നെ സാധനങ്ങളൊക്കെ ഇവർ കൊണ്ടുവരുന്നത്. അതൊന്നും ഇല്ലല്ലോ. പാവങ്ങൾ നടന്നു പോകുമ്പോ എന്നെ സൗണ്ട് കേൾക്കുന്നേ. അത് മറ്റേ മണി വെക്കും ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഇവരെ അതിലേ പോയെന്നുള്ളേ. പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ ഹായ് ഗൈസ്, പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ ആട്ടെ ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചോണ്ട്. ഇപ്പോഴല്ലേ വണ്ടിയൊക്കെ വന്നേ അല്ലേ? ശരിയാട്ടെ ഞാൻ പറഞ്ഞേ. ഇങ്ങോട്ട് വന്നപ്പോൾ മാറി കേട്ടോ, കറുത്ത കല്ല്. ആഹാ, ഇവിടെ ടാറിങ് ചെയ്തിട്ടില്ല കേട്ടോ. ഇവനെ ടാർ ചെയ്യേണ്ട ആവശ്യം വരുമല്ലോ. എല്ലാ മഴക്കാലത്തും എല്ലാം ഒലിച്ചല്ലേ പോന്നേ. അപ്പം മല ഇടിച്ചിടിച്ചിടിച്ച് കൊണ്ടുവരുമല്ലേ. ഗൈസ്, ഇത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇവിടെയൊക്കെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും വെള്ളം ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ട്. എണ്ണ കളിപ്പിച്ച് ഓടിക്കട്ടെ. ഓടിച്ചു ചെറിയൊരു തണുപ്പല്ലേ, ചെറിയൊന്ന് ഇച്ചിരി വണ്ടിക്കുള്ളിൽ വെള്ളം വീഴും കേട്ടോ. ദേഹത്ത് വീണാ? ഇല്ല, ഞാൻ ഫോൺ വലിച്ച. നല്ല കിടിലൻ ഉപ്പുപൊടി വാരി വിതറി പോലെയുള്ള മഞ്ഞുമല. എന്ത് രസം നോക്കിയാൽ. മണാലിയോട് അടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞുമലകൾ കണ്ടമാനം. ഇവിടെ ഇത്ര മഞ്ഞ് വീഴുന്നുണ്ട്, മണാലിയിൽ ഉറപ്പാ വീണ് കഴിഞ്ഞു. കിട്ടുങ്ങാമണി വിറയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ചെല്ലാൻ. ഉറപ്പായിട്ടും അതെ. ഇപ്പം തന്നെ ഈ ഉച്ച സമയത്ത് തന്നെ എന്ത് തണുപ്പാന്ന് വിചാരിച്ചേ. സത്യം കേട്ടോ. നമുക്കൊരു 3-4 മണിയാകുമ്പോൾ മണാലി പിടിക്കണേ. ഗൈസ്, നമ്മൾ പോകുന്ന വഴി നോക്കി ഇത്രയും നേരം എക്സ്ട്രീം കയറ്റം. നീ ബേക്കോട്ടൊന്നും നോക്കിയല്ലോ. ഇവനെ ബേക്കോട്ട് നോക്കിയേ. HPയുടെ ബസ് വരുന്ന നോക്കിയേ. ഫ്രണ്ടിലേക്ക് നോക്കിയേ. ദൈവമേ, ഫ്രണ്ടിലെ അവസ്ഥ. നമുക്ക് ഒതുക്കി കൊടുക്കാം, അതായിരിക്കും നല്ലത്. അല്ലെ പാവം അയാളെ പെട്ടുകൂടാ. പത്തായേ മേരൊക്കെ പത്തായേ. അതെ, എന്റെ പൊന്നു മോനെ കൊണ്ട് നിർത്തിയാക്കുന്ന ഏത് കാലിലൂടെയാണെന്നറിയോ നമ്മള്? പോവോ നോക്കിയേ? പോയോ? എന്റെ പൊന്നെ, എത്ര ഉണ്ടാവോ ഇനി വരാൻ? എന്നാടാ ഇത്? എന്നാ സ്ഥലം ഇത്? ഫൈനലി അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തേ. ഇനിയും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള റോഡാണ്. കാര്യം എന്താ വെച്ചാൽ മേളിൽ നിന്ന് കല്ല് വിടുന്ന സ്ഥലമാണ് കേട്ടോ. അത് കാരണം
ഇപ്പം വളരെ സൂക്ഷ്മം ശ്രദ്ധിച്ച് അവിടെ നിന്ന് എടുത്തു കേട്ടോ വണ്ടി. ഇനിയും നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വേറെ പ്രശ്നമെന്ന് വെച്ചാൽ മേളിൽ നിന്ന് ഇപ്പം ബസ് ഇറങ്ങുന്ന സമയമാണ്. നേരത്തെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അതേപോലെ തന്നെ മേളിൽ നിന്ന് വണ്ടി നന്നായിട്ട് താഴോട്ട് ഇറങ്ങി തുടങ്ങി. അപ്പം അത് നമുക്കിനി നിർത്തിയും അങ്ങനെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂലേ. അങ്ങനെ ആകുമ്പോൾ വണ്ടി ഇവിടെ ബ്ലോക്കായി കഴിഞ്ഞാൽ അന്നായ ബ്ലോക്കാവും. പിന്നെ എല്ലാവരും തെറിയും കേൾക്കും കേട്ടോ. അത് വലിയ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ എബിൻ നൈസായിട്ട് ചിലപ്പം ആ വണ്ടീനെ ഇവിടെ സൈഡ് ഒതുക്കി കൊടുക്കാൻ സാധ്യതയുണ്ട്. ബേക്കിലും വണ്ടി ഉണ്ടല്ലോ. ഞാനപ്പോൾ ഇങ്ങോട്ട് മാറി കയറാം. നല്ലൊരു മനുഷ്യനാട്ടോ. സാധാരണ അല്ല നല്ല തെറി കേട്ടാനെ. ആ സംസ്കാർവാൽ ടു ലൈന് വെച്ച് നോക്കേണ്ട അത്ര ഡേഞ്ചറസ് അല്ല. എനിക്കിത് തോന്നുന്നില്ല. ബസ്സൊക്കെ പോകുന്ന റൂട്ടല്ലേ. ബസ് പോകുന്ന മേലോട്ട് നോക്കിയ നീ എന്നാ മഞ്ഞാണോ എടോ. നിങ്ങൾ സൈഡ് കൂട്ടി നടക്കാതെ. ഇത് താഴോട്ട് നീ ഉണ്ടായിരുന്നോ? ഇല്ല. നല്ല ഡെട്ടാ. താഴോട്ട് നോക്കാഞ്ഞിട്ടാ. അപ്പം ഞാൻ പോയി അടുത്ത് നോക്കിയാണ്. ഇത് കണ്ടോ കിളി വരെ പോവോ? കിളി പോകുമെന്നോ? ഇത് നോക്ക് ഗൈസ്, എന്താ ആഴമാന്ന്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇതൊന്നും പറയാനില്ല. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ്. ആണോ? ഒറ്റ അടിപൊളിയാ. ഒറ്റ പ്രാവശ്യം മതി. രണ്ടാമത്തെ പ്രാവശ്യത്തില്ല, ഒറ്റ പ്രാവശ്യം മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇങ്ങോട്ടൊക്കെ വീതി ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ. നോക്കിയേ, മാർബിൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ചീളുകല്ല, അങ്ങനെ വലിയ കട്ടിയുള്ള കല്ല അല്ല. അല്ലടാ ലിവിനെ, നിനക്ക് എന്നാ തോന്നുന്നേ? എനിക്ക് തോന്നുന്ന ഒരു കാര്യമുള്ളൂ, ഈ റൂട്ടിൽ കൂടെ നമ്മൾ രാത്രി സഞ്ചരിക്കരുത്. രാത്രിയിൽ ഈ റൂട്ടിൽ കൂടെ ഇരിക്കാതിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ നല്ലത് കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് അത്ര നല്ലതല്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി കല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ ആരും അറിയത്തൊന്നുമില്ല. പകൽ യാത്ര ചെയ്യുക ഒരു 7 മണിക്ക് എടുത്താൽ നമുക്കൊരു 6 മണി 5:30 ആകുമ്പം കൊണ്ട് നമുക്ക് മണാലി വെക്കാൻ വേണ്ടി. അത് റോഡിൽ പണിയും സംഭവങ്ങളൊന്നും ഇല്ലേ. പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിപാടി പാളും കേട്ടോ. അല്ലടാ ലിവിനെ, നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരമൊക്കെ മറ്റേ ഈ റബ്ബറൊക്കെ മുറിക്കൂലേ, എന്നിട്ട് താൽക്കാലിക വഴി ഉണ്ടാക്കൂലേ, അതിൻ്റെ അകത്തൊരു SC ലോറി പോകൂലേ, ഏകദേശം അതൊക്കെ തന്നെ. അതാണ് ഇവിടുത്തെ ദേശീയപാത. ഗൈസ്, ഇവിടെ വികസനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. 5 വർഷത്തിന് ശേഷം പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. പരിപാടി പാളി. വി ആർ ട്രാപ്പ്ഡ് ഗൈസ്. എന്ത് ചെയ്യും? അങ്ങനെ പോവാണ്. അതുകൊണ്ട് കാര്യമില്ല, അവർക്ക് പോകണ്ടേ ലിപിയെ. 2 വണ്ടി അവിടുന്ന് ഇവിടുന്ന് പറന്ന് പറഞ്ഞു വരുന്നത്. ഇനി ഒരെണ്ണം കൂടെ വരാനുണ്ട് കേട്ടോ. ഇത് അവിടുന്ന് ഒരെണ്ണം കൂടെ വരാനുണ്ട്. അതും കൂടെ വന്നിട്ട് വേണം. അപ്പൊ ഇപ്പഴാ ഷെയർ ടാക്സി വരുന്നത്. തുമ്പി, ഇപ്പഴാ ഷെയർ ടാക്സി വരുന്നത്. അവനോട് ഒതുക്കിയോ? അതിനാ വരാത്ത നിന്ന് പോയ വണ്ടി. വെള്ളം അവിടെ വെള്ളം വീഴുന്നുണ്ട്. അതാ അത് വെച്ച് തന്നൊന്നുമല്ല. അവന് ഒതുക്കിയിലോടും. അവനവിടെ ഒതുക്കിയിടാ. ഓ വന്നോ? ഇനി 2 കൂടെ. ഇതെല്ലാം മഹീന്ദ്ര ക്യാമറ കേട്ടോ. ആളെയും കയറ്റാൻ ലോഡും കയറ്റാം. അതായിരിക്കും സംഭവം. ഫൈനലി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. 2 കത്തിയോടാ. 2 കത്തി. ഗൈസ്, ഫൈനലി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. നോക്കിയ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ എത്തുമ്പോൾ ചില സ്ഥലത്ത് എക്സ്ട്രീം ആകുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഒരു ചെറിയ പ്രശ്നമുണ്ട്. വെള്ളം വീഴും. വെള്ളമല്ല, അവിടെ നിന്ന് ഒരു വണ്ടിയും കൂടെ വരുന്നുണ്ട്. അത് ഒതുക്കാനുള്ളൊരു വഴി നമുക്ക് വേണം. ഇവൻ ഇവിടെ എന്ത് കാണിക്കുമായിരുന്നു? വെള്ളം ഉണ്ടായിരുന്നു. ഇവനെ താത്തിക്കേ, ഞാൻ സൺറൂഫ് ഒന്ന് അടിക്കട്ടെ. ഗൈസ്, ഇതേ നമ്മളൊന്ന് താത്തുന്നതായിരിക്കും ബുദ്ധി. അല്ല, എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നിറച്ചും വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അയ്യോ, നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് നിർത്തിയല്ലേ തുമ്പി ഊപ്പിപ്പോയത്. വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് കഴിയട്ടെ. ഒരു കർണേഷൻ തുറക്കരുത്, ദേഹത്ത് വെള്ളവും. അപ്പോൾ ഗൈസ്, ഫൈനലി അങ്ങനെ ഞങ്ങളുടെ വണ്ടി വേലിപ്പാലം കയറാൻ വേണ്ടി പോവാണ്. ഈ വേലിപ്പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമി ടെമ്പററി ആയിട്ട് ഉണ്ടാക്കുന്ന പാലത്തിലാണ് നമ്മൾ വേലിപ്പാലം എന്ന് പറയുന്നത്. ഇതൊരു വലിയൊരു കേവാണ്. ആ കേവും റോഡും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു പാലമാണ്. ഇവിടെ വമ്പൻ തണുപ്പെന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തണുപ്പാണ് കേട്ടോ. അതാ ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ചില സ്ഥലത്ത് എല്ലാം നേരത്ത് നല്ല ഇരുട്ട്. തോന്നുന്നു പഴയ വഴി. ഇതെന്നാ സാധനം എന്ന് മനസ്സിലായോ? ഇതൊരു കേവാണ്. അതുകൊണ്ട് റോഡ് വെട്ടിയതാ, പക്ഷെ സക്സസ് ആയില്ല. കേവാ അത്. അത്രയൊക്കെ പറയാൻ നീ പഠിച്ചോ? ഞാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ കൊച്ചുമോൻ. മിസ്സിസ് അല്ല, തെറ്റിപ്പോയി. ഈ വഴി ഉണ്ടോടാ? ഓ ഗൈസ്, വേറൊരു കാര്യമുണ്ടേ. ഇവിടെ വന്നിട്ടുണ്ട് ഫുള്ള് മഞ്ഞ് ഉണ്ടോ? ഇതെല്ലാം മഞ്ഞായി കിടക്കുന്ന നോക്കിയേ. ഫ്രീസൺ ടെമ്പറേച്ചർ കേട്ടോ. ഇപ്പം തന്നെ ഒരു -2 ടെമ്പറേച്ചർ ആട്ടോ. ഇപ്പം
പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യയിലൊക്കെ പോയിട്ട് ഈ ശരീരം നന്നായിട്ട് എന്നാ പറയുക, നമ്മുടെ ശരീരത്തിനോട് ഇത് തണുപ്പ് ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. അത് കാരണം നമുക്ക് ശരിക്കും ഇവിടെ വന്നാൽ നമുക്ക് അത്രയും തണുപ്പ് വെക്കില്ല. ആ സമയത്ത് തുമ്പിനെ പോലെ പെട്ടെന്ന് ഒരാൾ കയറി വരാൻ നേരത്ത് ബമ്പായിട്ട് അവർക്ക് തണുപ്പ് വെക്കും. ഞാൻ ഇപ്പം തുമ്പിയോട് തന്നെ ചോദിക്കാം, തുമ്പി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മളുണ്ടല്ലോ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മൾ ഇത്രയും പാസുകളിൽ പോകേണ്ട നമുക്കിത് വലുതായിട്ട് ബാധിക്കില്ല. അതിനെ ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ കോട്ടില്ലാതുണ്ടോ, കോട്ടില്ലാതെ നിൽക്കുന്നത് കണ്ടോ, സിമ്പിൾ. നിങ്ങളപ്പോൾ -36 റഷ്യയിൽ പോയ കഥ പറയും. അതിനെ പറഞ്ഞു വന്നോണ്ടിരുന്നേ. ഇതേപോലെയുള്ള വഴികളെ നമ്മൾ പോകാൻ നേരത്ത് വളരെ ശ്രദ്ധിക്കണുണ്ട്. നമ്മുടെ ഒരു ടയറിന്റെ എയർ പ്രഷർ കുറഞ്ഞു, 31 ബേക്കിൽ അങ്ങേ സൈഡിലെ, നിന്റെ സൈഡിലല്ലേ പിന്നെ ആ സൈഡിൽ പറഞ്ഞതിന്റെ എയർ പ്രഷർ കുറഞ്ഞു. നമ്മൾ 3 പേരും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിൻ്റെ അകത്ത് ഡിജിറ്റൽ പരമായിട്ടുള്ള എല്ലാ സാധനം കാണാം. അതും സെൻസറാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സെൻസറിന്റെ ഒരു വലിയ കമനീയ ശേഖരമാണ് ഈ വണ്ടി, അല്ലേ തുമ്പി? ഇതൊരു സെൻസർ. വെൽക്കം ടു വില്ലേജ് ഓഫ് ആ കാണുന്ന വില്ലേജ്, അത് കണ്ടോളൂ പിന്നെ. ഇവിടെ മറ്റേ ഹെലികോപ്റ്റർ യാർഡൊക്കെ ഉണ്ടല്ലോ ഇറങ്ങാൻ വേണ്ടി. ഗൈസ് പോകുന്ന വഴി നോക്കിയേ, ദൈവം ആ സാധനം ചെത്തി വൃത്തിയാക്കുന്ന നോക്കിയേ, അങ്ങ് മേള് വരെ. ഗൈസ് അതെ, ഒരു ഫോറിൻ സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നൊരു ഫീലിംഗ്. നോക്കി ചെത്തി നിർത്തിയാക്കുന്ന നോക്കിയേ, ചെത്തി അങ്ങ് മേള് വരെ നിർത്തിയാക്കുന്ന നോക്കിയേ. നല്ല റോഡാട്ടോ, ഇപ്പം കുറച്ച് നേരമായിട്ട് അത്യാവശ്യം നല്ല റോഡാണ്. വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മാക്സിമം ഈ റോഡ് ഓടിച്ച് പിടിക്കണോട്ടോ. കാരണം പിന്നെ അത് കഴിഞ്ഞ് നോക്കിയാൽ ചീട് വീടാക്കുന്ന നോക്കിയാൽ തുമ്പി, ഉയ്യോ കട്ടിന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ. അല്ലാടാ ലിബിനെ? നല്ല സ്ഥലത്ത് ഇതേപോലത്തെ കട്ടറുകളും സംഭവങ്ങളും ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. എന്നാൽ ചില സ്ഥലം പൊളി കേട്ടോ. മേലോട്ടൊക്കെ നോക്കിയേ, ഫുള്ള് പാറക്കെട്ടിന്റെ ഇടയിൽ കൂടെ ആട്ടോ ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഫുള്ള് പാറ എന്ന് വെച്ചാൽ പാറ കേട്ടോ. ഇപ്പൊ ഇതിലെ 3 ട്രക്ക് പോയി കേട്ടോ. അവരെ സമ്മതിക്കണം. അതായത് ലോഡ് എങ്ങനെ ഉണ്ട്, പൈപ്പ് മേളിൽ വെച്ച് കെട്ടിക്കൊണ്ട് അത് ഈ റോട്ടിൽ കൂടെ. ഞാൻ പറയട്ടെ ഒരു കാര്യം, അവർക്കൊക്കെ പറയുന്ന പൈസ അത് വേണ്ടി വരും ഗൈസ്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ. ഇത്രയും പോലും ദുർഘടമല്ല മറ്റേ എവിടെ ഡാർജിലിങ്, അവിടെ തന്നെ വമ്പം പൈസ അവന്മാർ മേടിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും അവസ്ഥ? അന്നത്തെ കാര്യം മൈലേജ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടി കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുക. കാരണം ഇത്രയും വലിയൊരു SUV ഇങ്ങനത്തെ ടഫ് ടെറൈനി വന്നിട്ട് ഇതിന് മൈലേജ് എനിക്ക് വന്നൊരു കൂടിപ്പോയി 8,000-9,000 രൂപയുടെ എണ്ണ കൂടിപ്പോയി അടിച്ചിട്ടുണ്ടോ അല്ലേ തുമ്പി? അത്ര അടിച്ചിട്ടുണ്ടോ സാധ്യതയുള്ളൂ. എത്ര ഉണ്ട് ഇപ്പം? ഇനിയുണ്ട് 3/4 ടാങ്ക്. കറക്റ്റ് കേട്ടോ, കൂടിപ്പോയി അത്ര അടിച്ചിട്ടുണ്ടാവുള്ളൂ. ഇനി അടുത്ത പോകുന്ന വഴി നോക്കിയേ, ദൈവമേ, പടമേടിച്ച് പന്തളത്തി എന്നപ്പം പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ അവസ്ഥ നോക്കിയേ. എടോ ഇത് ചീളാടാ ലിബിനെ. അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല ഗൈസ്. അതായത് ഇത് ചീളാട്ടോ, ചീള്. അമ്പോ ഒരെണ്ണം കഴിഞ്ഞപ്പോൾ അടുത്തുണ്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞ ശരിയാട്ടോ. കില്ലർ ടു ഉദംപൂർ റൂട്ടാണ് ഏറ്റവും ഇതേപോലത്തെ ഇച്ചിരി കൂടെ. എൻ്റെ പൊന്നെ തുമ്പി നോക്കിയേ, മേലത്തെ ചീള് നോക്കിയേ. അതിൻ്റെ താഴെയാണ് അവരിന്ന് പണി. അവർക്ക് ഒരു പേടിയില്ല കേട്ടോ. BR പണിയെടുക്കും. ഇവർ ചീട്ടുകളിയാ. ഒരു ചീട്ടുകളി, കത്തിച്ചുവിടൽ, ബീഡി വലി, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അവരിപ്പോൾ ചീട്ടുകളി ആയിരിക്കും, അല്ലേ ഫുഡ് കഴിക്കുക. ഇച്ചിരി പെരിയെ പോട്ടെ, അല്ലെങ്കിൽ പാവങ്ങളുടെ ദേഹത്ത് നിറച്ചു ഇതാവും. എന്നാണോ ഫുഡാണോ ചീട്ടാണോ? അല്ല വെറുതെ ഇരിക്കാം. ഹായ് ഗൈസ്, പാവങ്ങൾ 700-600 രൂപയുള്ളൂ. സമ്മതിക്കണം. അത് ഈ തണുപ്പത്ത് ഇത്ര ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഈ പണിയെടുക്കുന്ന ഇവർക്ക് 600 രൂപ. അയ്യോ, റോഡ് ബന്ദ്. ഞാൻ പറഞ്ഞില്ലേ, റോഡ് ബന്ദ് അല്ലെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഗായ്സ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഉരുള് പൊട്ടി കല്ല് നിൽക്കുന്നുണ്ടോ? ഈ റോഡിനെ രക്ഷപ്പെടുത്തി 2 കല്ലാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വാസപ്പെടുമോ? നോക്കി, മേളിൽ നിന്ന് വലിയ മല ഇടിഞ്ഞു വീണു. ആ 2 പാറ ഈ റോഡിനെ സൂക്ഷിച്ചു. ഇത് നോക്കി, അതേസമയം ഇങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് വന്നത്തേനും റോഡ് പക്കാ മോശമായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നേരെ അവിടെ നിന്ന് വണ്ടി എടുത്തേ. ഇങ്ങോട്ട് ഇപ്പം ഇച്ചിരി തണുപ്പെന്ന് പറഞ്ഞ ഫീലിംഗ് ഇല്ല. അപ്പോൾ ചൂടായി ഇപ്പം നിൽക്കുവാണ്. കാരണം വണ്ടിക്കും വലിയ പെർഫോമൻസിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ തണുപ്പായി കഴിഞ്ഞാലാണ് എല്ലാ വണ്ടിയാണ്, ഈ വണ്ടി മാത്രമല്ല ഇതിലോടുന്ന എല്ലാ വണ്ടികളും എണ്ണ എടുക്കാൻ വേണ്ടി ഭയങ്കര പാടുപെടും. അതേപോലെ നമ്മുടെ തുമ്പിച്ചാണ്ടിന് ചെറുതായിട്ട് തലയും കറങ്ങുന്നുണ്ട്. അപ്പം താഴെ എത്തിയിട്ട് വേണം ഒരു ഹോസ്പിറ്റലിലൊക്കെ പോകാൻ വേണ്ടി. എവിനെ എടുക്കുന്നുണ്ടോ? ഇതാണ് ഡ്രൈവിങ്. പയ്യെ
ആവശ്യമുള്ള സമയത്ത് സ്പീഡ് എടുക്കും. ഇപ്പം നമ്മൾ വന്ന അത്യാവശ്യം നല്ല വഴി ഉണ്ടായിരുന്നു, അവിടെ അത്യാവശ്യം 80-90 കിലോമീറ്റർ സ്പീഡിലെടുത്തു. അതുപോലെ ഇവിടെ വരാൻ നേരത്ത് വളരെ എത്രത്തോളം പയ്യെ പോവാം അത്രത്തോളം പയ്യെ പോകുന്നു ചോദിച്ചാൽ പോരെ. ഇവിടെ നിൽക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, കല്ല് തല വീണിട്ടുണ്ട് പടേഷ് പിന്നെ പടമാവും. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇതുണ്ടോ, നിൽക്കുന്ന സ്ഥലം ഇതേപോലെ നമ്മൾ സൂക്ഷ്യം ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കണം, അല്ലെ കല്ലും തല വീഴും. അതേ സമയത്ത് ഇവനാണ് വണ്ടി നിർത്തിയേ. പറഞ്ഞ പോലെ തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇതേ കിടക്കുന്നു കുതാ കഥ. എത്ര കോടാനുകോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഗവൺമെൻറ്റിൻ്റെ. അടി ഇതിനകത്തുള്ള വിഷയങ്ങളല്ല പിന്നെ ഇതൊക്കെ. ഈ നമ്മൾ ചൈനയിലൊക്കെ പോകുന്നത് പല സ്ഥലത്തും നമ്മൾ ടിബറ്റേരിയയിൽ ഇത് കണ്ടിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? ഇന്ത്യ മാത്രമല്ല ലോകരാജ്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇന്ത്യയിലും ചൈനയിലും ഉള്ളിൽ പിന്നെ ഈ ഭൂപ്രകൃതി. പിന്നെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനും ഉണ്ടെന്ന് തോന്നുന്നു. വേറെ എവിടെയില്ല. ഇത് നോക്കി തുമ്പി മൊത്തം വീണ് കിടക്കുന്ന നോക്കിയേ. അല്ല വീണല്ലേ? അയ്യോ, ഇതൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു മാറി നിൽക്കേണ്ടി വരും. അതിനാ ആദ്യം പൊട്ടിച്ചിട്ട് പിന്നെ റോഡ് പണിതാ പോരായിരുന്നോ? അല്ല വീട് കൂട്ടിയതായിരിക്കും. അത് കാര്യമില്ല ഗൈസ്, വീതി കൂട്ടിയതായിരിക്കും, അറിയത്തില്ല കേട്ടോ. ഇപ്പം കുറച്ച് നേരമായിട്ട് നല്ല റോഡാണ്, മാക്സിമം ഓടിച്ചു പിടിക്കുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യം. ഗൈസ്, നമ്മൾ ഈ ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ മാർബിൾ വെട്ടൂലേ, അതേപോലെ വെട്ടി വെച്ചേക്കുക. ഇത് എന്നതാടാ ഒരു പ്രത്യേക കനോണിൻ്റെ അകത്തൂടെ പോകുന്ന ഒരു ഫീലിംഗ് കേട്ടോ. ഈ ഇത് ബ്ലാസ്റ്റ് ഇത് പൊട്ടലിന് വേണ്ടി വെച്ചേക്കുന്ന വയറുകളും ഉണ്ടോ, കാണുന്നുണ്ടല്ലോ ഇവനെ ചുമന്ന് നിർത്തി കാണുന്ന സാധനങ്ങളുണ്ടോ, ഇതെല്ലാം കൂട്ടിപ്പോയി. ഇത് പൊട്ടിക്കാനുള്ള കേട്ടോ തുമ്പി. ഇത് പൊട്ടിക്കാനുള്ള സ്ഥലം കേട്ടോ. ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്ന ഇവിടുത്തെ ഒരു മൂവ്മെൻറ്റ് കഴിയുമ്പോൾ ഇതൊരു പൊട്ടിക്കും അല്ലല്ലോ ഇവനെ. അതായത് റോഡിന് വീതി കൂട്ടിക്കൊണ്ടിരിക്കുക. റോഡിനല്ലേ? എൻ്റെ പൊന്നെ, ചില സ്ഥലത്തൊക്കെ എക്സ്ട്രീം ആട്ടോ. കുറേ നേരമായിട്ടേ വണ്ടികളെല്ലാം പിടിച്ചിട്ടാക്കും. ഇതാ ഒരു ബസ് ഇവിടെ കിടപ്പുണ്ട്. എന്നെ സംഭവം വെച്ചാൽ തൊട്ടപ്പുറത്ത് എന്തോ പണി നടക്കുക. ഇപ്പം തന്നെ 1/4 മണിക്കൂറായി. ഞങ്ങൾ ഇവിടുത്തെ ലോക്കലായിട്ട് ഇവിടുത്തെ ബസ് ഓടിക്കുന്ന ആളോട് ചോദിച്ചു, 450 രൂപയ്ക്കാണ് പിന്നെ കുളുന്ന് എങ്ങോട്ട് കില്ലർ ടു കുളു ഇത്രയും പൈസ വരും. പക്ഷെ പുള്ളി പറയുന്നതൊന്നും ചിലത് കറക്റ്റ് അല്ലേ, കാരണം പുള്ളി അടിച്ച് വീല അല്ലേ, കണ്ടക്ടർ അടിച്ച് വീല. കില്ലർ ടു ഷിംല പോകുന്ന ബസ്സാ ഇത്. എന്നാ ഇത് ബസ്? അല്ല ഇത് മേടിക്കുന്നത് ഞാൻ വിചാരിച്ച ഉടക്കമന്ത്രിയാണ്. ആ കാണുന്ന അവിടുത്തെ അത് മാറാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, എങ്കിലേ പോകാൻ പറ്റുള്ളൂ. ഇതും കണ്ടോ ഇന്നലത്തെ പോലെ തന്നെ സംഭവിക്കും. വർണ്ണിക്കൂ. അല്ല ഇത് ഇന്നലത്തെ പോലെ തന്നെ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് രാത്രിയാവും, ഒരു 5-6 മണിയാകാതെ മണാലിയിലെത്തുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നിനക്ക് എന്നാ തോന്നുന്നത്? ഇവർ പറയുന്നത് ഗൂഗിൾ മാപ്പ് നോക്കരുത്, അത്ര അതിനേക്കാളും സമയം എടുക്കുമെന്ന് ഇവർ പറയുന്നത്. റോഡ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? നമ്മളെ വിട്ട് കേട്ടാ. ഇവിടുത്തെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ശരിയായെന്ന് തോന്നുന്നത്. ഇമ്മേ ഇച്ചിരി ഗ്യാപ്പ്, ഒരു ചുക്കാമണിയുടെ അത്ര ഗ്യാപ്പ് ഉള്ളു. നോക്കിയാണെ തുമ്പി അവിടെയാ, ഇവിടെ കിട്ടൂല. ഒരു രീതിയിലും വിവരമില്ലാത്തവന്മാരാട്ടോ. ഇപ്പം അമ്മമാര് മാറ്റിയതുണ്ടോ? ബസ് പോകൂല. ഇപ്പം മാറ്റി, വേറെ വഴിയില്ലല്ലോ. ഇവിടെ റോഡ് പണി നടക്കുന്ന 1 മണിക്കൂറായിട്ട് നമ്മൾ പിടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇവിടെ ട്രാഫിക് നല്ലതാണ്. അവിടുന്ന് വണ്ടി കയറ്റി വിട്ടു, ഇവിടുന്ന് വണ്ടി കയറ്റി വിട്ടു. ബാബാ ഇവിടെ ഫുള്ള് ബ്ലോക്കായ സംഭവം. ഫുള്ള് പണി പാളി. നമ്മളൊരു 3:45 ഒരു 4 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂർ അവിടെ റോഡ് പണി കാരണം പിടിച്ചിട്ടു. ഇനിയിപ്പോൾ അങ്ങോട്ട് പിടിച്ചിട്ടു എന്നറിയില്ല. ഉദംപൂർ വരെ ഇതാണ് അവസ്ഥ കേട്ടോ റോഡിൻ്റെ. 57 കിലോമീറ്റർ. അതെ, സെയിം റാസ്ത. അങ്ങോട്ട് നോക്കിയില്ല പിന്നെ നമ്മൾ വന്നത് അങ്ങോട്ട് നോക്കി. ദൈവമേ, നമ്മൾ ഓടിക്കുമ്പോൾ ആ ഭീകരത മനസ്സിലാകുന്നില്ല കേട്ടോ തുമ്പി. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലാകുന്നത്. ഗൈസ്, രാത്രിയിൽ ഓടിക്കാനും കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചു വേണം ഇതിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും. രാത്രിത്തെ കുഴപ്പം എന്താണെന്നറിയോ? ഈ നമ്മുടെ ഈ കല്ല് പൊട്ടി കിടക്കുന്നില്ലേ, ഇതൊന്നും ശ്രദ്ധിച്ചോടിച്ചില്ലെങ്കിൽ അതിൻ്റെ മറ്റേ നല്ല ഷാർപ്പായിട്ടുള്ള സാധനം അടിച്ച് ടയർ പൊട്ടും. പൊട്ടിയാൽ പിന്നെ തീർന്നു. 3G അല്ല, ഒരു ടയർ സെക്കൻഡ് ഹാൻഡിന് 6000 രൂപ. അത് മാത്രമല്ല, മാറണമല്ലോ, കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റത്തില്ല. പുതിയനാണ്, ചൈനയ്ക്കാണ് 10 രൂപ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി വേറെ കാര്യം, നമ്മുടെ അടുത്ത് ആകെ സ്റ്റെപ്പിന് ഒരു ടയറുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേറെ അടിയിലൊരെണ്ണമുണ്ടല്ലേ? സ്റ്റെപ്പിനുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. അത് അതിന്റെ ടയർ വ്യത്യാസമാണല്ലോ. ഇത് 19 ഇഞ്ചും മറ്റേത് 12 ഇഞ്ചും അല്ലേ? 20. അതന്നെ, 1 ഇഞ്ച് തെറ്റിപ്പോളെ. എന്റെ പൊന്നെ, അങ്ങോട്ട് നോക്കിക്കേ. ഇതെന്നാടാ? ഇത് തന്നെയാട്ടോ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചർ റോഡ് എന്ന് വിശേഷിപ്പിക്കുന്ന റോഡ് തന്നെ അല്ലേ? ഇതെന്നാടാ? അങ്ങോട്ട് നോക്ക്. പേര് തന്നെ കില്ലർന്നാ. അതെ, കില്ലർ കിസ്ത്വാർ. അല്ല, ഇത് കില്ലർ കിസ്ത്വാർ അല്ല, ഇത് കില്ലർ മണാലി.
കില്ലർ മനാലി അതില് കില്ലറിൽ നിന്ന് ഉദംപൂർ വരെ ഭയങ്കര ഡേഞ്ചർ റോഡാ. പക്ഷെ ഇനി അടുത്ത മാസം തൊട്ട് ഇങ്ങോട്ടാണ് കയറ്റുമില്ല, മഞ്ഞ് വീണ് കഴിഞ്ഞാല്. അങ്ങനെയാണ് നമ്മളോട് മറ്റേ പുള്ളി പറഞ്ഞത്. ആര്? ആ മറ്റേ KSRTC ഇല്ലേ, KSRTC അല്ല HPTC, അങ്ങനെ ഇവിടുത്തെ സാധനം. ഇതൊക്കെ നമുക്ക് വേണേ ഇങ്ങോട്ട് വരാം, പക്ഷെ ഒരു ഇത് ഉത്തരവാദിത്തം ഗവൺമെന്റ്. അമ്പലം നോക്കി, ചെറിയൊരു ഇതുണ്ടോ അമ്പലം, 2 അമ്പലം പണിത് കൊടുത്തു. പഴയത് കണ്ടോ? പോയി. പഴയത് പോയപ്പം പുതിയത് പണിത് കൊടുത്തു. ഇവിടെ എന്തോ അപകടമേലയത്, ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാരും പോകുന്നത്. അതെ കേട്ടോ, സത്യം സംഭവം ശരിയാ. അപകടമേഖലയാ. അതെ, ഇപ്പം പറഞ്ഞ കറക്റ്റാ കേട്ടോ. നമ്മുടെ അവിടെ ഉണ്ട് ഇത് കൂട്ട് മാക്കൂട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഉണ്ടല്ലോ, വയനാട് ചുരം കയറുമ്പോണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അവിടെ ഉണ്ട്, അത്യാവശ്യം കുറേ സ്ഥലത്തുണ്ട് കേട്ടോ അങ്ങനെ ഇതേപോലെയുള്ള കുട്ടും വളവുള്ള അമ്പലങ്ങൾ. എടോ ഇത് എന്നതാടാ, ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ ഇത്രയും. ഞാൻ ഓർത്ത് ഇന്നലെയും കൊണ്ട് തീർന്നെന്ന്, പക്ഷെ ഇങ്ങനെ ഉണ്ടാവുന്ന ആ പോലീസുകാർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ്. നമ്മളങ്ങനെ മണാലിയോട് അടുക്കാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് വെറും 73 കിലോമീറ്റർ ഉള്ളൂ. ഗൈസ്, ഒരു നഗ്ന സത്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. അതായത് ഇപ്പം നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല റോഡുകളാണ്. മണാലി അടുത്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഞ്ഞ് കിട്ടി തുടങ്ങി കേട്ടോ. തുമ്പി, മഞ്ഞ് കയ്യിലെടുക്കണോ? മഞ്ഞ് നോക്കാം, കൈ കിട്ടുവാണെങ്കിൽ കുറച്ച് എടുത്തേക്കാം. എന്നിട്ട് ചുക്കാമണി തേക്കണോ? വേണ്ട, എന്തായാലും വന്നതല്ലേ, നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. ഇച്ചിരി മഞ്ഞ് വാരി കവറിലിട്ടുണ്ട് അല്ലേ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ നേരെ പോവാണ്. എന്ത് രസമാണെന്ന് നോക്കി കാണാൻ വേണ്ടി. താമസിക്കാൻ പറ്റും ഗൈസ്, ഇവിടെ പ്രത്യേക ലുക്ക് എന്ന് വെച്ചാൽ പ്രത്യേക ലുക്കാട്ടോ. ഇതൊരു താഴ്വരയാട്ടോ, അല്ലല്ലേ? പിന്നെ ഒരു നല്ലൊരു കിടിലൻ താഴ്വര. ഇവിടെ എല്ലാം ഉണ്ട്, അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, എല്ലാ സംഭവം കിട്ടിലും ഒരു താല്പര്യം. ഇന്നലെ നമ്മൾ കിസ്ത്വാറി പോയപ്പോൾ കണ്ടു, ഒരു സാധനം ഇല്ലായിരുന്നേ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും എല്ലാ സംഭവം ഉണ്ട്. ബേക്കിൽ 2 കൊഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ. കൊഞ്ചുകളല്ല, അത് അടിച്ച് ലോസ്റ്റാ. ഗൈസ്, ഫൈനലി ഞങ്ങൾ റൂം എടുത്തു. ഒരുമാതിരി വൃത്തികെട്ട കോലെന്ന് വെച്ചാൽ വൃത്തികെട്ട കോലാണ്. നാളെ കുളിക്കണം. അതല്ല കോമഡി, ശരിക്കും അടിച്ചുമാറ്റി കേസിലാണ് ഈ റൂം കിട്ടിയത്. ശ്രദ്ധിച്ചു പറ. അതായത് ശരിക്കും 1800, പക്ഷെ ആകെ മേടിച്ചത് 1300. അഴിമതി. ഇരുന്ന് 1800 ബാർഗെയിൻ ചെയ്ത് ഞങ്ങൾ അതിന് 1300. നല്ല കിടിലൻ റൂം. ശരിക്കും 1500 കൊടുത്തു. ഇവിടുത്തെ ഫ്രണ്ട് ഇരിക്കുന്ന 200 കൈക്കൂലി. ഇവിടെ ഹോട്ടലിൽ 1300. നല്ല ടോയ്ലറ്റ്. ഏതാ ഹീറ്റർ? ഗൈസ്, ഇവിടെ നല്ല തണുപ്പാണല്ലോ, അപ്പൊ ഹീറ്റർ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. നാളെ റൂമിനെ കുറിച്ച് വിശദമായിട്ട് പറയാം. ചതി, വഞ്ചന, കുതികാലി വെട്ട്, അത് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നല്ല റൂമാണ്. സമയമില്ലേ, ലേറ്റ് ആയിട്ട് പോലെ മതി. നാളെ പണിയൊന്നുമില്ല. നാളെ നമുക്ക് അവിടെ ഓടിച്ചു പിടിക്കുന്ന രീതിയിൽ പോയാൽ വെളുപ്പിനെ തുമ്പി, വെളുപ്പിന് നമ്മൾ ഇതെന്നാ ബാൽക്കണി ഉണ്ടോ? വേറെ റേഞ്ച് റൂമാണ് ഞാൻ എടുത്തത്. ലിബിനെ, ബാൽക്കണി ഒക്കെ ഉണ്ട്. എന്തായാലും എന്ത് ചെയ്യാനാ? ഫൈനലി ഞങ്ങൾ ഈ റൂം എടുത്തു. നാളെ കാണാം. ബൈ ബൈ.